എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 120, അതായത് 120, ഇലിസ്ട്രേഷൻ 5.2, അതായത് ചിത്രീകരണം 5.2, ഗ്രോത്ത് ഓഫ് സൈഗോട്ട്, ഒരു സൈഗോട്ടിൻ്റെ വളർച്ച എന്നുള്ള ഭാഗമാണ്. ഓക്കെ, നമ്മൾ ഇവിടെ കാണുന്ന എന്താണ്, അതിൻ്റെ അടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്, വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻസ് ടു ദ സൈഗോട്ട്. എന്തെല്ലാം മാറ്റങ്ങളാണ് ഒരു സൈഗോട്ടിൽ വരുന്നത് എന്നുള്ളതാണ്. ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഇൻഡിക്കേറ്റേഴ്സ് താഴെ തന്നിരിക്കുന്ന സൂചകങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അനലൈസ് ഇലിസ്ട്രേഷൻ 5.2, അതായത് ചിത്രീകരണം 5.2 നമ്മളോട് വിശകലനം ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ആൻഡ് ഫൈൻഡ് ആൻസേഴ്സ് ടു ദ ചൈൽഡ്സ് ഡൗട്ട്, അതായത് ഒരു കുട്ടിയുടെ ഡൗട്ടിന് ഉത്തരം കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഏതാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. ആ ചോദ്യം എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. എന്താണ്? ഓൺലി വൺ ഓഫ് ദ സ്പേം ദാറ്റ് റീച്ചസ് ദ ഓവം ഫ്യൂസസ് വിത്ത് ഇറ്റ് വൈ, അതായത് ഓവത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരേ ഒരു സ്പേം മാത്രമാണ് എന്തായി ചേരുന്നത്, അതുമായിട്ട് ഫ്യൂസ് ചെയ്യപ്പെടുന്നുള്ള ചോദ്യമാണ്. അതിന് ഉത്തരം കണ്ടു. പക്ഷേ കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ചിത്രത്തിലേക്ക് തന്നെ നമ്മൾ ആദ്യം നോക്കാം. ഒന്നാമതായിട്ട് ചിത്രത്തിൽ കാണുന്ന ഒരു ഭാഗമുണ്ട് ഓവറി. അപ്പോൾ ഈ ഓവറി എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കുക. ഓവറി ഈസ് ദ പെയർ ഓഫ് ഫീമെയിൽ ഗ്ലാൻഡ്സ്, അതായത് ഒരു ജോഡി എന്താണ് സ്ത്രീകളിലുള്ള ഗ്ലാൻഡുകൾ തന്നെയാണ് ഓവറി എന്ന് വിളിക്കുന്നത്. ഇൻ വിച്ച് ദ എഗ്സ് ഫോം ആൻഡ് ദ ഫീമെയിൽ ഹോർമോൺ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺസ് ആർ മെയ്ഡ്, അതായത് അവിടെയാണ് സ്ത്രീയിലുള്ള അണ്ടത്തെ രൂപപ്പെടുകയും അതുപോലെ തന്നെ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഈസ്ട്രജനും പ്രൊജസ്ട്രോജനും എന്ന രണ്ട് ഹോർമോണുകൾ രൂപപ്പെടുകയും ചെയ്യുന്ന സ്ഥലത്തെയാണ് എന്ത് എന്ന് പറയുന്നത്, ഓവറി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ കാണേണ്ട 58 എന്ന ചോദ്യത്തിലാണ് തന്നിരിക്കുന്നത്, ഓവുലേഷൻ എന്നുള്ള ഒരു പടമാണ് തന്നിരിക്കുന്നത്. എന്താണ് ഓവുലേഷൻ? ഈ ഓവുലേഷൻ ഈസ് എ ഫേസ് ഇൻ ദ മെൻസ്ട്രൽ സർക്കിൾ, അതായത് ഓവുലേഷൻ എന്ന് പറയുന്നത് ആർത്തവ ചക്രത്തിലെ ഒരു ഭാഗമാണ്. വേർ ദ വുമൻസ് ബോഡി വെൻ ദ വുമൻസ് ഓവറി റിലീസസ് ആൻ എഗ്, അതായത് സ്ത്രീയുടെ ഓവറി എന്ത് ചെയ്യുന്നു, ഒരു എഗ്ഗിനെ സ്വതന്ത്രമാക്കുന്നു. ദ എഗ് ലീവ്സ് ദ ഓവറി, ആ എഗ്ഗ് ഓവറിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. ഇറ്റ് ട്രാവൽസ് ഡൗൺ ദ ഫെലോപ്പിയൻ ട്യൂബ്, അത് ഫെലോപ്പിയൻ ട്യൂബിലൂടെ താഴേക്ക് പോകുന്നു. ഇൻ ഫെലോപ്പിയൻ ട്യൂബ് ദ എഗ് വെയിറ്റ്സ് ടു ബി ഫെർട്ടിലൈസ്ഡ് ബൈ ദ സ്പേം. ഫെലോപ്പിയൻ ട്യൂബിൽ എന്താണ്, ആ എഗ്ഗ് അവിടെ നിൽക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? സ്പേമുമായിട്ട് കൂടിച്ചേർന്ന് ബീജസംയോഗം നടന്ന് ഫെർട്ടിലൈസ് ചെയ്യപ്പെടുവാനായിട്ട്. ഓൺ ആവറേജ് ഇറ്റ് ഹാപ്പൻസ് ഓൺ ഡേ ഓഫ് 14 ഓഫ് 28 ഡേ മെൻസ്ട്രൽ സർക്കിൾ ഓഫ് ദ ഫീമെയിൽ. ഇത് സാധാരണ 14ാമത്തെ ദിവസമാണ് സംഭവിക്കുന്നത്. അതാണ് ആ മോളിൽ തന്നിരിക്കുന്ന ഇലിസ്ട്രേഷനിൽ നമ്മൾ കണ്ടു, ഇലിസ്ട്രേഷൻ 5.1 കണ്ടു, 14ാമത്തെ ദിവസം പച്ച അടയാളത്തിൽ തന്നിരിക്കുന്നത്. അന്നാണ് ഇതുമായിട്ട് കൂടിച്ചേർന്ന് ബീജസംയോഗത്തിലൂടെ കുഞ്ഞുണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ളത്. അടുത്തതായിട്ട് 59ാമതായിട്ട് തന്നിരിക്കുന്ന ഓവം എന്നുള്ളതാണ്. ഓവം ഈസ് ദ അതർ നെയിം ഫോർ ദ ആൻ എഗ് സെൽ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു എഗ് സെല്ലിൻ്റെ മറ്റൊരു പേരാണ് ഓവം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫെർട്ടിലൈസേഷൻ, എന്താണ് ഫെർട്ടിലൈസേഷൻ? വെൻ എ സ്പേം കംസ് കോൺടാക്ട് വിത്ത് ദ എഗ് ദ സ്പേം മേ ഫ്യൂസ് വിത്ത് ഇറ്റ്, അതായത് ഒരു സ്പേം ഒരു എഗ്ഗുമായിട്ട് കോൺടാക്ട് ചെയ്യപ്പെടുമ്പോൾ ആ എഗ്ഗുമായിട്ട് ആ സ്പേം അല്ലെങ്കിൽ പുരുഷ ബീജം ഫ്യൂസ് ചെയ്യപ്പെടും, അവ സംയോഗം ചെയ്യപ്പെടും. ദിസ് ഫ്യൂഷൻ ഓഫ് ദ എഗ് ആൻഡ് സ്പേം ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ഇങ്ങനെ സംയോഗം ചെയ്യപ്പെടുന്ന എഗ്ഗിൻ്റെയും അതുപോലെ തന്നെ ആ ഓവത്തിൻ്റെയും പുരുഷ ബീജം സ്പേമിൻ്റെയും കൂടിച്ചേരലിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് ദ ന്യൂക്ലിയസ് ഓഫ് ദ സ്പേം ആൻഡ് ദ എഗ് ഫ്യൂസ് ആൻഡ് ഫോം എ സിംഗിൾ ന്യൂക്ലിയസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ന്യൂക്ലിയസിന് ഈ എഗ്ഗിൻ്റെ അകത്തുള്ള ന്യൂക്ലിയസും ഈ സ്പേമിനകത്തുള്ള ന്യൂക്ലിയസും കൂടി ഒന്നിച്ച് ചേർന്ന് ഒറ്റ ന്യൂക്ലിയസ് ആയി ചേരുന്നു. ദിസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദ ഫെർട്ടിലൈസ്ഡ് എഗ് ഓർ സൈഗോട്ട്. ഇതാണ് എന്തിനെ, ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ അല്ലെങ്കിൽ ഒരു സൈഗോട്ടിൻ്റെ രൂപീകരണത്തിന് സഹായിക്കുന്നത്. ഇനി 61ാമത്തെ ചോദ്യം, വാട്ട് ഈസ് സ്പേം? സ്പേം എന്ന് വെച്ചാൽ എന്താണ്? സ്പേം ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സെൽ ഓർ ഗെയ്മേറ്റ്. സ്പേം എന്ന് പറയുന്നത് എന്താണ്? ഒരു പുരുഷ ബീജത്തെയാണ് സ്പേം എന്ന് പറയുന്നത്. ഓക്കെ, സ്പേം ഈസ് കോൾഡ് ഗെയ്മേറ്റ്. എന്തുകൊണ്ടാണ് സ്പേമിനെ ഗെയ്മേറ്റ് എന്ന് പറയുന്നത്? കാരണം പലപ്പോഴും ഗെയ്മേറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതും കൂടി ഒന്ന് മനസ്സിലാക്കി പൊക്കോളുക. ബിക്കോസ് ദ സ്പേം സെൽ ഈസ് ഹാഫ് ഓഫ് ദ ഹോൾ, അതായത് ഈ സ്പേം എന്ന് പറയുന്ന ഒരു പൂർണ്ണമായ വസ്തു, പൂർണ്ണതയുടെ പകുതിയാണ്. എന്താണ്? പകുതി ക്രോമസോമുകളേ ഉള്ളൂ. പകുതി പുരുഷനോ അല്ലെങ്കിൽ ഒരു മനുഷ്യജീവിക്ക് ജന്മം നൽകുന്നതിന് വേണ്ടിയുള്ള പകുതി കാര്യങ്ങൾ മാത്രമേ സ്പേമിൽ ഉള്ളൂ. വെൻ ദ സ്പേം കമ്പൈൻസ് വിത്ത് ദ ഫീമെയിൽ ഗെയ്മേറ്റ് ഓർ ദ എഗ് ഇറ്റ് റിസൾട്ട് ദ ഹ്യൂമൻ എംബ്രിയോ. അതായത് ഈ സ്പേം എന്ന് പറയുന്നത് പകുതി ഉള്ളത് കൊണ്ട് അതിനെ ഗെയ്മേറ്റ് എന്ന് പറയുന്നു. ഈ സ്ത്രീയിലുള്ള ഗെയ്മേറ്റ് ആയിട്ടുള്ള എഗ്ഗുമായിട്ട് കൂടിച്ചേരുമ്പോൾ മാത്രമാണ് എംബ്രിയോ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പകുതി മാത്രം ഉള്ളത് കൊണ്ടാണ് അതിനെ ഗെയ്മേറ്റ് എന്ന് പറയുന്നത്. എന്താണ് പകുതി അതിനകത്തുള്ളത്? ന്യൂക്ലിയസിൽ പകുതി ക്രോമോസോമുകളാണുള്ളത്. അതായത് ഒരു
മനുഷ്യന് ആവശ്യമായ ജനിതകപരമായിട്ടുള്ള ഘടകങ്ങളുടെ പകുതി മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ടാണ് അതിനെ ഗെയിമേറ്റ് എന്ന് പറയുന്നത്. മറ്റ് പകുതിയും കൂടി ചേരുമ്പോൾ അത് പൂർണ്ണമായി തീരുന്നു. ഓക്കെ, ഇനി വാട്ട് ഈസ് സൈഗോട്ട്? സൈഗോട്ട് ഈസ് എ യുക്രിയോട്ടിക് സെൽ. സൈഗോട്ട് എന്ന് പറയുന്നത് ഒരു യുക്രിയോട്ടിക് സെല്ലാണ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഫെർട്ടിലൈസേഷൻ ഈവൻ ബിറ്റ്വീൻ ടു ഗെയിമേറ്റ്സ്. അതായത് എന്താണ്? എഗ് ആൻഡ് സ്പേം. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ഫെർട്ടിലൈസേഷൻ എന്ന് സൈഗോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു യുക്രിയോട്ടിക് സെല്ലാണ്. അതായത് ഒരു മനുഷ്യൻ പൂർണ്ണമായിട്ട് രൂപപ്പെടുന്നതിന് ആവശ്യമായ ജനിതക ഘടകങ്ങളെല്ലാം സൈഗോട്ടിലുണ്ടായിരിക്കും. ഇറ്റ് ഈസ് ഫോംഡ് ബൈ എ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ് ബിറ്റ്വീൻ ടു ഗെയിമേറ്റ്സ്. ഇത് എങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന സംഭവത്തിലൂടെയാണ്. എന്തിനാണ് സംഭവിക്കുന്നത്? ടു ഗെയിമേറ്റ്സ്, ഏതാണ്? എഗ്ഗും സ്പേമും കൂടി ചേർന്നാണ് ഫെർട്ടിലൈസേഷൻ സംഭവിക്കുന്നത്. ദ സൈഗോട്ട് ജീനോം ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദ DNA ഇൻ ഈച്ച് ഗെയിമേറ്റ്. അതായത് സൈഗോട്ടിൻ്റെ DNA രൂപപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? പുരുഷനിൽ നിന്ന് വന്നിരിക്കുന്ന DNAയും സ്ത്രീയിൽ നിന്ന് വന്നിരിക്കുന്ന DNAയും ഒന്നിച്ചു ചേർന്നാണ് സൈഗോട്ടിൻ്റെ DNA രൂപപ്പെട്ടിരിക്കുന്നത്. സൈഗോട്ട് കണ്ടെയ്ൻസ് ഓൾ ദ ജനറ്റിക് ഇൻഫർമേഷൻ നീഡഡ് ഫോർ ദ ന്യൂ ഇൻഡിവിജ്വൽ ഓർഗാനിസം. സൈഗോട്ട് എങ്ങനെയാണ്? ഒരു പുതിയ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ DNA-യുടെ ആവശ്യങ്ങളും അതിനകത്ത് ഉണ്ടായിരിക്കും. വാട്ട് ഈസ് കോൾഡ് ദ റിപ്പീറ്റഡ് സെൽ ഡിവിഷൻ ആൻഡ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്? എന്താണ് ഈ തുടർച്ചയായിട്ടുള്ള സെൽ ഡിവിഷൻ അല്ലെങ്കിൽ റിപ്പീറ്റഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നതും ആൻഡ് എംബ്രിയോ ഡെവലപ്മെൻറ്റിൽ എന്ന് പറയുന്നത്? ദ റാപ്പിഡ് മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് സെൽ ഡിവിഷൻ ആർ ടേംഡ് ആസ് ക്ലീവേജ്. അതായത് ഈ പെട്ടെന്ന് സൈഗോട്ടായി തീർന്നതിന് ശേഷം, എംബ്രിയോ ആയി തീർന്നതിന് ശേഷം പടുപടൂന്ന് ഇത് എന്താണ് ചെയ്യുന്നത്? സെല്ലുകൾ വിഭജിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഈ ഡിവിഷന് പറയുന്ന പേരാണ് ക്ലീവേജ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫെലോപ്പിയൻ ട്യൂബ്? ഇനി നമ്മൾ കാണേണ്ട എന്താണ്? ഫെലോപ്പിയൻ ട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ഫെലോപ്പിയൻ ട്യൂബ് എന്താണ്? ഫെലോപ്പിയൻ ട്യൂബ് ഈസ് വൺ ഓഫ് ദ ടു ലോങ് സ്ലെൻഡർ ട്യൂബ്സ് ദാറ്റ് കണക്ട്സ് ദ ഓവറീസ് ടു ദ യൂട്രസ്. ഫെലോപ്പിയൻ ട്യൂബ് എന്താണ് ചെയ്യുന്നത്? ഓവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അണ്ടത്തെ ഉൽപ്പാദിപ്പിക്കുകയും ഈസ്ട്രജനെയും പ്രൊജസ്ട്രജനെയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ആ സ്ഥലത്തെ യൂട്രസുമായിട്ട്, ഗർഭപാത്രവുമായിട്ട് അല്ലെങ്കിൽ ൂമ്പുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. എഗ് പാസ് ഫ്രം ദ ഓവറീസ് ത്രൂ ദ ഫെലോപ്പിയൻ ട്യൂബ് ടു ദി യൂട്രസ്. ഈ എഗ് എവിടെ നിന്നാണ്? ഫെലോപ്പിയൻ ട്യൂബിൽ നിന്നുമാണ് യൂട്രസിലേക്ക് പാസ് ചെയ്യപ്പെടുന്നത്. ഇനി നമ്മൾ കാണുന്നത് വാട്ട് ഈസ് ഓവറി? ഓവറി ഈസ് എ പെയർ ഓഫ് ഫീമെയിൽ ഗ്ലാൻഡ്സ് ഇൻ വിച്ച് ദ എഗ് ഫ്രം മെയിൽ ആൻഡ് ഫീമെയിൽ ഹോർമോൺസ് ഈസ്ട്രജൻ ആൻഡ് പോസ്ട്രജൻ ആർ മെയ്ഡ്. അതായത് നിങ്ങൾക്കറിയാം, ഓവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എഗ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ്. അതോടൊപ്പം ഈസ്ട്രജനും പോസ്ട്രജനും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇനി ഒരു പുതിയ വേർഡ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നു. വാട്ട് ഈസ് മൊറൂല? എന്താണ് മൊറൂല എന്ന് വെച്ച് കഴിഞ്ഞാൽ? മൊറൂല ഈസ് എ മൈക്രോസ്കോപ്പിക് ബോൾ ഓർ എ ക്ലസ്റ്റർ ഓഫ് സെൽസ് ഫോംഡ് ത്രൂ ദ സെൽ ഡിവിഷൻ. അതായത് മൊറൂല എന്ന് പറയുന്നത് ഈ ഒരു സൈഗോട്ട് ഫോം ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ തുടർച്ചയായിട്ടുള്ള വിഭജനം ഉണ്ടാകുന്നു. അങ്ങനെ വിഭജനം നടന്നുകൊണ്ട് ഒരു കൂട്ടം സെല്ലുകൾ ഒന്നിച്ചു ചേരുന്നതിനെയാണ് എന്ത് പറയുന്നത്? മൊറൂല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇയർലി എംബ്രിയോട്ടിക് ഡെവലപ്മെൻറ്റ്. ഇതാണ് ഒരു എംബ്രിയോ ആവുന്നതിന് മുൻപുള്ള അതിൻ്റെ ഡെവലപ്മെൻറ്റിനെയാണ് മൊറൂല എന്ന് പറയുന്നത്. ഇറ്റ് ഒക്വേഴ്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ബട്ട് ബിഫോർ ദ ബ്ലാസ്റ്റോസൈറ്റ് സ്റ്റേജ്. അതായത് ഇത് സംഭവിക്കുന്ന എപ്പോഴാണ്? ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ തന്നെയും ബ്ലാസ്റ്റോസൈറ്റ് സ്റ്റേജ് ആകുന്നതിന് മുൻപുമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ചോദ്യം നമ്മൾ കാണേണ്ടതുണ്ട്. വാട്ട് ഈസ് ബ്ലാസ്റ്റോസൈറ്റിസ്? എന്താണ് ബ്ലാസ്റ്റോസൈറ്റിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലാസ്റ്റോസൈറ്റിസ് ഈസ് എ ബോൾ ഓഫ് സെൽ ഫോംഡ് ഇയർലി ഇൻ പ്രഗ്നൻസി. അതായത് ഗർഭകാലത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ രൂപപ്പെടുന്ന ഒരു കൂട്ടം സെല്ലുകളുടെ ഒരു ബോൾ പോലെ രൂപപ്പെടുന്നതിനെയാണ് ബ്ലാസ്റ്റോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാപ്പൻസ് ആഫ്റ്റർ 5 to 6 days ഓഫ് സ്പേം ഫെർട്ടിലൈസേഷൻ ആൻഡ് എഗ്. അതായത് ഇത് സംഭവിക്കുന്ന എപ്പോഴാണ്? ഒരു ഫെർട്ടിലൈസേഷൻ നടന്ന് 5 or 6 ദിവസം കഴിയുമ്പോഴത്തേക്കും സെല്ലുകളുടെ ഡിവിഷൻ്റെ പരിണിത ഫലമായിട്ട് ഒരു ബോൾ പോലെ ആയിത്തീരുന്നു. ഇതിന് പറയുന്ന പേരാണ് ബ്ലാസ്റ്റോസൈറ്റ്സ് എന്ന് പറയുന്നത്. ദിസ് ബോൾ ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ യൂട്രൈൻ വാൾ. എന്താണ് ചെയ്യുന്നത്? ഈ ബോളിനെ യൂട്രൈൻ വാളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ യൂട്രൈൻ വാളിലേക്ക് അതിനെ പറ്റിച്ചേർത്ത് പിടിക്കുന്നു. ഇവാഞ്ചലി ദ ബ്ലാസ്റ്റോസൈറ്റ്സ് ബിക്കം ദ എംബ്രിയോ ആൻഡ് ദെൻ ദ ഫീച്ചേഴ്സ്. അതായത് പിന്നീട് ബ്ലാസ്റ്റോസൈറ്റ്സ് പയ്യെ എന്തായി ചേരുന്നു? എംബ്രിയോ ആയിത്തീരുന്നു. അതിനുശേഷം അതൊരു ഫീച്ചേഴ്സ് ആയിത്തീരുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് എൻഡോമെട്രിയം? എന്താണ് എൻഡോമെട്രിയം? എൻഡോമെട്രിയം ഈസ് ദ ടിഷ്യൂ ദാറ്റ് ലൈക്സ് ഇൻ ദ യൂട്രസ് ഓർ വൂം. അതായത് ഈ എൻഡോമെട്രിയം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഓവറിയിൽ നിന്നും ഒരു അണ്ടം വിസർജനം നടത്തപ്പെടുമ്പോൾ, അണ്ടത്തെ റിലീസ് ചെയ്യപ്പെടുമ്പോൾ, അത് ഫെലോപ്പിയൻ ട്യൂബിലൂടെ വന്നു കഴിയുമ്പോൾ ബീജസംയോഗം നടന്നു കഴിഞ്ഞാൽ ഈ ബീജസംയോഗം നടന്നിരിക്കുന്ന ആ സിക്താണ്ഡത്തിന്, സൈഗോട്ടിന് വളരുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ഒരുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുക്കപ്പെടുന്ന ടിഷ്യൂക്കൾക്കെല്ലാം കൂടി പറയുന്ന പേരാണ് എൻഡോമെട്രിയം. ദിസ് മൂക്കസ് മെംബ്രൈൻ തിക്കൻസ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ദ
പോസിബിൾ പ്രഗ്നൻസി. ഇതെന്ത് ചെയ്യുന്നു? ഇത് ഒരു പ്രഗ്നൻസി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വളരെ കട്ടിയാർജിക്കുകയും അത് വളരെ നല്ല രീതിയിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ ഫെർട്ടിലൈസ്ഡ് എഗ് ഈസ് ഇംപ്ലാന്റഡ്, ദ ലൈനിങ് സ്റ്റേസ് ഇൻ പ്ലേസ്. അവിടെ ഒരു ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ട എഗ്ഗിനെ അവിടെ ഇംപ്ലാന്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ലൈനിങ് അവിടെ ഉണ്ടായിരിക്കും. സ്റ്റേസ് ഇൻ പ്ലേസ്. ബ്ലാസ്റ്റോസൈറ്റ്സ് ഗ്രോസ് അറ്റാച്ച് ടു ദ ലൈനിങ് കോൾഡ് എൻഡോമെട്രിയം. അതായത് ഈ ബ്ലാസ്റ്റോസൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു കൂട്ടം ഡിവൈഡ് ചെയ്ത് ബോളുകളായിട്ടുള്ള ആ കോശക്കൂട്ടത്ത് എവിടെയാണ്? എൻഡോമെട്രിയത്തിനോട് പറ്റിച്ചേർന്നുകൊണ്ടാണ് വളരുന്നത്. ഓക്കെ, ഇനി അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി, 69ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ? ഇംപ്ലാന്റേഷൻ ഹാപ്പൻസ് വെൻ എ ഫെർട്ടിലൈസ്ഡ് എഗ് അറ്റാച്ചസ് ടു ദ യൂട്രൈൻ ലൈൻ. അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് എപ്പോഴാണ്? ഒരു ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ട എഗ്ഗ് എപ്പോഴാണോ യൂട്രൈൻ ലൈനിങ്ങിനോട്, അതായത് യൂട്രൈനിങ് ലൈനിങ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് മുമ്പ് പറഞ്ഞു തന്നല്ലോ, ആ ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്യപ്പെട്ട് വളരാൻ തുടങ്ങുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം.